എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രി 3-ാം നാൾ. ഇന്ന് നാം ആരാധിക്കുന്നത് ചന്ദ്രഘണ്ഠാ ദേവിയെയാണ്. ഇന്നത്തെ സ്പെഷ്യൽ നിവേദ്യങ്ങൾ നിലക്കടല സാദം, ചെറുപയർ വിളയിച്ചത്, വെള്ളപ്പയർ ചൂണ്ടൽ എന്നിവയാണ്. അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഘണ്ഠാ ദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ 3-ാം ദിവസം നടത്തേണ്ടത്. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട്. 3-ാം രാത്രി ചന്ദ്രഘണ്ഠയുടെ ആരാധനയ്ക്കായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹവാഹിനിയായ ദേവീ സങ്കല്പമാണ് ദേവി ചന്ദ്രഘണ്ഠയുടേത്. ചന്ദ്രഘണ്ഠാ ദേവി മണിപുര ചക്രത്തിൻ്റെ അതിദേവതയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ചെറുപയർ വിളയിച്ചത് തയ്യാറാക്കാം. പയറിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പോഷകഗുണം ഏറെയുള്ള ചെറുപയർ വിളയിച്ചത് 4 മണിക്ക് സ്നാക്സായി ഉപയോഗിച്ചാൽ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും. 1 കപ്പ് ചെറുപയർ കഴുകി വെള്ളമൊഴിച്ച് 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർക്കാൻ വെച്ചാൽ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 2 വിസിൽ വരെ വേവിക്കുക. വേവിച്ച ചെറുപയർ കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലാക്കി മാറ്റിവെക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുക. ശർക്കര അച്ചാണെങ്കിൽ 3 എണ്ണം എടുത്ത് 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ച് ഉപയോഗിക്കുക. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് പാനിലേക്കിട്ടത്. ഇനി 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക. ശർക്കര പാനി പാവുപദമൊന്നും ആവേണ്ട, നല്ലപോലെ തിളച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം വേവിച്ച ചെറുപയർ ചേർക്കുക. പയർ ശരിക്കും വേകണം, അല്ലെങ്കിൽ ശർക്കര പാനിയിലിട്ടാൽ പിന്നെ വേവുകയില്ല, കല്ലുപോലെ കിടക്കും. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചാൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഏലക്ക പൊടിഞ്ഞു കിട്ടാനാണ് പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. സ്വാദ് ഒന്നുകൂടി കൂടും. വെള്ളം ഏകദേശം വറ്റിയാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ ചെറുപയർ വിളയിച്ചത് റെഡി. ഇനി ഇത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റി മുകളിൽ കുറച്ച് തേങ്ങ ചിരവിയത് തൂവി അലങ്കരിക്കാം. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്ന പ്രസാദം നിലക്കടല സാദമാണ്. ഇതും ഒരു ഹെൽത്തി ഡിഷാണ്. കൂടാതെ ഉണ്ടാക്കാനും എളുപ്പമാണ്. ചോറ് വേവിച്ച് വെച്ചാൽ 5 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. ചോറിന് പച്ചരിയോ പൊന്നിയരിയോ ബസ്മതി അരിയോ യൂസ് ചെയ്യുക. മട്ട അരി അത്ര നന്നായിരിക്കില്ല. ചോറ് ഒരുപാട് കുഴഞ്ഞു പോവാതെ ഒന്നിനോടൊന്ന് ഒട്ടാത്ത രീതിയിൽ തയ്യാറാക്കുക. നിലക്കടല സാദം ഉണ്ടാക്കാൻ ഒരു മസാല വറുത്ത് പൊടിക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചിരവിയ തേങ്ങ, 3 വറ്റൽമുളക്, 3 സ്പൂൺ നിലക്കടല. നിലക്കടല പച്ചയാണ് എടുക്കുന്നത്. 1 സ്പൂൺ കടലപ്പരിപ്പ്, 1.5 സ്പൂൺ വെളുത്ത എള്ള് എന്നിവയാണ്. മസാല വറക്കുവാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളക്, നിലക്കടല, കടലപ്പരിപ്പ്, എള്ള് എന്നിവ ചേർത്ത് സിമ്മിൽ വറക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിൽ വെച്ചാലേ നിലക്കടല നല്ലപോലെ വറുത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ കടലയുടെ പുറം മുരിഞ്ഞിട്ടുണ്ടാവും, ഉള്ള് ഫ്രൈ ആയിട്ടുണ്ടാവില്ല. കൂടാതെ എള്ള് പെട്ടെന്ന് തന്നെ കരിയും. എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റായാണ് ഇത് വറുക്കേണ്ടത്. 3-4 മിനിറ്റ് സമയമെടുക്കും നല്ലപോലെ എല്ലാം വറുത്തെടുക്കാൻ. ഇനി 2 സ്പൂൺ ഫ്രഷ് തേങ്ങ ചിരവിയത് ചേർത്ത് 1 മിനിറ്റ് വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്യുക. തേങ്ങയ്ക്ക് പകരം കൊപ്ര എടുക്കാവുന്നതാണ്. ഇനി വഴറ്റിയ അതേ പാനിൽ തന്നെ വെച്ചാൽ പാനിൻ്റെ ചൂടിൽ മസാല കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വറുത്ത മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് പൾസിൽ പൊടിക്കുക. പൾസിൽ പൊടിക്കാൻ പറയുന്നതിന് കാരണം നമ്മൾ ചേർത്ത നിലക്കടല, എള്ള് എന്നിവ സാധാരണ പോലെ പൊടിച്ചാൽ അവയിൽ നിന്ന് എണ്ണ കിനിഞ്ഞ് കുഴഞ്ഞു വരും. അതുകൊണ്ട് നിർത്തി പൾസിൽ അടിച്ചെടുക്കുക. നൈസായി പൊടിക്കേണ്ട, ലേശം തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ മസാലപ്പൊടി 3 സ്പൂണോ 4 സ്പൂണോ ചേർക്കാം. ബാക്കി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് നിലക്കടല സാദം തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക.
പാൻ ചൂടായാൽ 2 സ്പൂൺ നല്ലെണ്ണയും 1 സ്പൂൺ നെയ്യും ചേർക്കുക. ഇനി എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചത്, 2 സ്പൂൺ അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് സിമ്മിൽ വഴറ്റുക. കടുക് നല്ലപോലെ പൊട്ടണം. അതുപോലെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മൂത്ത് ചുവന്നു വരണം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നുവെങ്കിൽ ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഉപ്പ് ചേർത്തല്ല ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ പൊടിച്ച മസാല 4 സ്പൂൺ ചേർക്കുക. ചോറിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചോറായതുകൊണ്ടാണ് 4 സ്പൂൺ ചേർത്തത്. കൂടുതൽ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വറുത്ത് പൊടിക്കണം. കുറച്ച് കറിവേപ്പില തൂവി അലങ്കരിക്കാം. നല്ല സ്വാദിഷ്ടമായ നിലക്കടല സാദം റെഡി. ഈ വിഭവം ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും യാത്രാവേളകളിൽ കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെയില്ല. സാലഡ്, അച്ചാർ, പപ്പടം എന്നിവ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായി. വളരെ എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാനും കഴിയും. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളപ്പയർ ചൂണ്ടലാണ്. വെളുത്ത പയറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബ്രൗൺ പയറിലും ഇത് ചെയ്യാം. പയർ കഴുകി 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത പയർ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് 5 വിസിൽ വരെ വേവിക്കുക. വെള്ളപ്പയർ ചൂണ്ടൽ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ചാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/4 സ്പൂൺ കായം, 3 വറ്റൽമുളക്, 2 സ്പൂൺ പൊട്ടുകടല അഥവാ പൊരികടല എന്നിവയാണ്. വറുക്കാതെയാണ് നമ്മളിത് പൊടിക്കുന്നത്. മിക്സി ജാറിൽ വറ്റൽമുളക് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ ഒന്ന് പൊട്ടിച്ചിടാം. ഇനി പൊരികടലയും കായവും ചേർത്ത് ഒന്നടിച്ചെടുക്കുക. കടല പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും. വറ്റൽമുളക് ലേശം തരിയോടുകൂടിയാണുള്ളത്. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി വേവിച്ച വെള്ളപ്പയർ കുക്കർ തുറന്ന് നോക്കുക. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ 1 വറ്റൽമുളക് 3ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി വേവിച്ച വെള്ളപ്പയർ ചേർക്കുക. വെള്ളപ്പയർ വേവിച്ചപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കി പയർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൊടിച്ച മസാല 2 സ്പൂൺ ചേർക്കുക. മസാലയിൽ പൊരികടല അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പയറിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിവരും. ഇനി 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ പോഷകഗുണങ്ങൾ നിറഞ്ഞ വെള്ളപ്പയർ ചൂണ്ടൽ റെഡി. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു വിഭവമാണ് ഇത്. നമ്മൾ ഇന്നുണ്ടാക്കിയ ചെറുപയർ വിളയിച്ചതും നിലക്കടല സാദവും വെള്ളപ്പയർ ചൂണ്ടലും ഭക്തിയോടെ ചന്ദ്രഘണ്ഠാദേവിക്ക് സമർപ്പിക്കാം. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സിമ്പിൾ ആൻഡ് ഹെൽത്തി വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.